സ്റ്റോപ്പിലെത്താ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പാണി പാണി. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഞാൻ വിളിക്കാം. എന്താ സാറേ കേട്ടില്ല. സ്പീഡ് ഓവറായിരുന്നു. 60 മേലുണ്ട്, 66 ഉണ്ടായിരുന്നു. സാറേ 60 അതും 60 അപ്പോൾ ഈശ്വര 66 പെട്ടാ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. അതിനും പണിട്ടി തുടങ്ങി. എത്രയായിരുന്നു സാറേ? 66. എൻ്റെ അമ്മേ. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ഉത്തരവിറങ്ങിയത്. ഞാൻ അത്യാവശ്യം സ്പീഡ് എടുക്കാതെയാണ് പോകുന്നത്. ചെറിയ ഫൈനടക്കി. സാറേ 66 സാറ് ഞാൻ ചന്തക്ക് പോണ വഴിയാ പച്ചക്കറി വാങ്ങിക്കാൻ. അന്ന് വെടിവെച്ച് കൊല്ലല്ലേ എന്ന് പറ സാറ്. പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഇത്ര വലിയ കുറ്റം എനിക്കറിയില്ല. ഞാൻ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല സാറേ. കണ്ടില്ലേ? കണ്ടു 66 കിടക്കണ്ടായി. ജിറ്റോ. ഹലോ, നമസ്കാരം. അതെല്ലോ. ഇല്ല ഞങ്ങളിവിടെ കിടക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ട്. പേപ്പർ ഒരുപാടുണ്ടല്ലോ. മണിയും ഒരുപാടുണ്ടല്ല. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റായിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാൽ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. അങ്ങനെ പടക്കടകുക. എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ